ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള പിഎം സൂരജ് പോർട്ടലിന്റെ പ്രകാശനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഇന്ത്യ മൊറീഷ്യസ് ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 4 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ആകാശവാണി, ദൂരദർശൻ വാർത്തകളുടെ നവീകരിച്ച വെബ്സൈറ്റുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു. 10ാമത് ഇന്ത്യ ഇറ്റലി സംയുക്ത പ്രതിരോധ സമിതി യോഗം ന്യൂഡൽഹിയിൽ നടന്നു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ നിയമ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്താൻ കേരള മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സ് മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. ഇന്ത്യ മൊറീഷ്യസ് ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 4 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സാമ്പത്തിക സേവനങ്ങൾ, സിവിൽ സർവീസസ്, അന്വേഷണ ഏജൻസികൾ, നികുതി എന്നീ മേഖലകളിലാണ് ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, മൊറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് കുമാർ ജുഗ്നോത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ മൊറീഷ്യസിലെ ദേശീയ അസംബ്ലിയിൽ ഇന്ത്യയും മൊറീഷ്യസും തമ്മിൽ പ്രതിനിധിതല ചർച്ചകളും നടന്നു. രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായാണ് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നാക്ക വിഭാഗങ്ങൾക്ക് വായ്പാ സഹായം ലഭ്യമാക്കുന്നതിനുള്ള പിഎം സൂരജ് ദേശീയതല പരിപാടിക്ക് ഓൺലൈനായി തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പിഎം സൂരജ് ദേശീയ പോർട്ടലിന്റെ പ്രകാശനവും ശ്രീ മോദി നിർവഹിച്ചു. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള 1 ലക്ഷം സംരംഭകർക്കാണ് ചടങ്ങിൽ വായ്പാ അനുമതി നൽകിയത്. आज दलित, पिछड़े और वंचित समाज के कल्याण की दिशा में देश एक और बड़े अवसर का साक्षी बन रहा है. आज वंचित वर्ग से जुड़े 1 लाख लाभार्थियों के खाते में 720 करोड़ रुपए की सहायता राशि सीधी उनके बैंक अकाउंट में भेजी गई है. अभी मैंने सूरज पोर्टल भी लॉन्च किया है. इसके जरिए वंचित समुदाय के लोगों को अब सीधे आर्थिक सहायता दी जा सकती है. രാജ്യത്തുടനീളമുള്ള 470-ലധികം ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള 3 ലക്ഷത്തോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. മലിനജല, സെപ്റ്റിക് ടാങ്ക് തൊഴിലാളികൾക്ക് ആയുഷ്മാൻ ഹെൽത്ത് കാർഡുകളും പിപിഇ കിറ്റുകളും പരിപാടിയിലൂടെ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ഇന്ത്യ ഭാവിയിൽ അർദ്ധചാലക നിർമ്മാണ രംഗത്ത് ആഗോളതലത്തിൽ സുപ്രധാന കേന്ദ്രമായി മാറുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെ ഉൽപാദന വ്യാവസായിക പ്രക്രിയകളിലേക്ക് സംയോജിപ്പിക്കുന്ന ഇൻഡസ്ട്രി 4.0-ൽ രാജ്യം മുൻപന്തിയിലെത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുജറാത്തിലും അസമിലുമായി 1.25 ലക്ഷം കോടി രൂപയുടെ 3 അർദ്ധചാലക പദ്ധതികളുടെ തറക്കല്ലിടൽ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിശദാംശങ്ങളിലേക്ക്. കോവിഡ് മഹാമാരിക്ക് ശേഷം വിശ്വസ്തവും സുസ്ഥിരവുമായ ഒരു ആഗോള വിതരണ ശൃംഖല പങ്കാളിയെ ലോകം തിരയുമ്പോൾ അർദ്ധചാലക രംഗത്ത് ആഗോള നേതാവായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചിപ്പ് നിർമ്മാണം ഇന്ത്യയെ സ്വാശ്രയത്വത്തിലേക്കും ആധുനികതയിലേക്കും നയിക്കുമെന്നും ഇതിലൂടെ രാജ്യത്തെ യുവജനങ്ങൾക്ക് വിപുലമായ തൊഴിൽ സാധ്യതകൾ ലഭ്യമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ബിസിനസ് അനായാസമാക്കുന്നതിന് 40,000-ലധികം പഴയകാല നിയമങ്ങൾ അസാധുവാക്കിയെന്നും വ്യക്തമാക്കി. ഗുജറാത്തിലെ ധോലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയണിൽ സ്ഥാപിക്കുന്ന രാജ്യത്തെ ആദ്യ വാണിജ്യ അർദ്ധചാലക ഫാബ് ഉൾപ്പെടെയുള്ള 3 പദ്ധതികളിലൂടെ അർദ്ധചാലകങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, സാങ്കേതിക വിദ്യാ വികസനം എന്നീ മേഖലകളിൽ ആഗോളതലത്തിലെ സുപ്രധാന കേന്ദ്രമായി രാജ്യത്തെ മാറ്റുകയാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആകാശവാണി, ദൂരദർശൻ വാർത്തകളുടെ നവീകരിച്ച വെബ്സൈറ്റുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഓൺ AIR ആപ്പിന്റെ നവീകരിച്ച പതിപ്പിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ശബ്ദ, ദൃശ്യ വിതരണം ലക്ഷ്യമിട്ടുള്ള പ്രസാർ ഭാരതിയുടെ ശബ്ദ് എന്ന സംരംഭത്തിനും കേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചു. പേടിഎം ഫാസ്ടാഗ് ഉപഭോക്താക്കൾ ഈ മാസം 15-ന് മുൻപ് മറ്റൊരു ബാങ്ക് ഫാസ്ടാഗിലേക്ക് മാറാൻ ദേശീയപാത അതോറിറ്റി നിർദ്ദേശം നൽകി.
ഈ മാസം 15-ന് ശേഷം പേടിഎം ഫാസ്ടാഗ് ഉപഭോക്താക്കൾക്ക് ബാലൻസ് റീചാർജ് ചെയ്യാനോ ടോപ്പ് അപ്പ് ചെയ്യാനോ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 10ാമത് ഇന്ത്യ ഇറ്റലി സംയുക്ത പ്രതിരോധ സമിതി യോഗം ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ വ്യാവസായിക സൈനിക സഹകരണം സംബന്ധിച്ച വിപുലമായ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. ഇന്തോ പസഫിക് മേഖലയെക്കുറിച്ചും സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ആണവ യുദ്ധത്തിന് സാങ്കേതികമായി തയ്യാറാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അമേരിക്ക യുക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചാൽ അത് യുദ്ധ സാധ്യതകളിലേക്ക് നയിക്കുമെന്ന് പുടിൻ വ്യക്തമാക്കി. എന്നാൽ ആണവ യുദ്ധ സാഹചര്യം ഇപ്പോൾ നിലവിലില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനിന് $300 മില്യൺ അടിയന്തര ആയുധ പാക്കേജ് നൽകുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തും. എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരള സർക്കാർ സ്വീകരിച്ച നിലപാടിന് അനുസൃതമായ നിയമ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സുപ്രീം കോടതി മുഖേന അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരമുള്ള ഒറിജിനൽ സൂട്ട് നേരത്തെ തന്നെ സുപ്രീം കോടതി മുൻപാകെ സംസ്ഥാനം ഫയൽ ചെയ്തിട്ടുണ്ട്. പൌരത്വ നിയമത്തിന് കീഴിലുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതി മുഖേന തുടർ നിയമ നടപടിക്ക് സംസ്ഥാനം ഒരുങ്ങുന്നത്. കേരളത്തിൽ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്നതാണ് നിലപാടെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഹരിയാനയിൽ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വിശ്വാസ വോട്ട് നേടി. സംസ്ഥാനത്ത് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഏകദേശം 2 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ശബ്ദ വോട്ടോടെയാണ് ബിജെപി സർക്കാർ വിശ്വാസ വോട്ട് പാസാക്കിയത്. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായി കൽക്കരി മേഖലയ്ക്കായുള്ള ദേശീയ മാസ്റ്റർ പ്ലാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പിഎം ഗതിശക്തിയുടെ കേന്ദ്രീകൃത പോർട്ടലിന്റെ സഹായത്തോടെ കൽക്കരി മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ പൊതുജനങ്ങൾക്ക് ലഭിക്കും. ഖനവ്യവസായ മന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ ഇലക്ട്രിക് മൊബിലിറ്റി പ്രൊമോഷൻ സ്കീം 2024 ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. 4 മാസത്തിനുള്ളിൽ ഇരുചക്ര മുച്ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് വാഹനവിലയിൽ ഇളവ് നൽകാനായി 500 കോടി രൂപ പദ്ധതി പ്രകാരം അനുവദിച്ചു. സമഗ്രമായ സുരക്ഷാ അവലോകനത്തിനും രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂടിയാലോചനയ്ക്കും ശേഷമേ ജമ്മുകശ്മീരിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാൻ ജമ്മു കശ്മീരിലെത്തിയതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ സംഘം. അരുണാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 60 സ്ഥാനാർത്ഥികളുടെ പട്ടിക ബിജെപി പുറത്തിറക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. മുഖ്യമന്ത്രി പെമ ഖണ്ഡു, ഉപമുഖ്യമന്ത്രി ചൌന മീൻ, സ്പീക്കർ പസാങ് ദോർജി സോന ഉൾപ്പെടെയുള്ളവർ മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ എൻഡിഎയുടെ ഭാഗമാകാൻ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് ധാരണയായി. എൽജെപി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ ബിജെപി അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അവസാന 3 മത്സരങ്ങളിലും പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ്. 36 പോയിന്റുമായി രണ്ടാമതാണ് മോഹൻ ബഗാൻ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ടോസ് നേടിയ ഗുജറാത്ത് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 906 പോയിന്റ് താഴ്ന്ന് 72,762-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 338 പോയിന്റ് നഷ്ടത്തിൽ 21,998-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള പിഎം സൂരജ് പോർട്ടലിന്റെ പ്രകാശനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഇന്ത്യ മൊറീഷ്യസ് ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 4 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ആകാശവാണി ദൂരദർശൻ വാർത്തകളുടെ നവീകരിച്ച വെബ്സൈറ്റുകൾ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു. 10ാമത് ഇന്ത്യ ഇറ്റലി സംയുക്ത പ്രതിരോധ സമിതി യോഗം ന്യൂഡൽഹിയിൽ നടന്നു.
പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ നിയമ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്താൻ കേരള മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.